ക്രിസ്തു വിശ്വാസികളെ ഒരുമിച്ച് നിർത്തുന്നത് സംഘടനകളോ സമൂഹങ്ങളോ അല്ല. രണ്ടു പേർക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടെങ്കിൽ അവർ രണ്ടും ഐക്യതയിലാണ്. എല്ലാ രംഗത്തും ഇതത്ര കാണപ്പെടേണ്ടത്. ജീവസന്ദേശത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വന്ദനം. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചവർക്ക് അവിടുത്തെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ടാണ് യേശു ക്രിസ്തു പോയിരിക്കുന്നത്. വളരെ ലളിതമായ രീതിയിൽ അത് സുവിശേഷങ്ങളിൽ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്നെ പിൻപറ്റിയ ശിഷ്യന്മാരുടെ ജീവിതവും ഉപദേശങ്ങളും നമുക്ക് കൂടുതൽ ഉൾക്കാഴ്ച നൽകുന്നവയാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവീൻ എന്ന് പറയുവാൻ പ്രാഗൽഭ്യമുള്ളവരായിരുന്നു ആദ്യകാല ക്രിസ്തു ശിഷ്യർ. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെയും ആവശ്യം ഇങ്ങനെയുള്ള ശിഷ്യഗണങ്ങളാണ്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ദാസ്യഭാവം വരച്ചു കിട്ടിയിരിക്കുന്നതാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11 വരെയുള്ള ഭാഗങ്ങളിൽ നാം കണ്ടത്. യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച ദൈവം താങ്ങുന്ന, ദൈവത്തിൻ്റെ ഉള്ളം പ്രസാദിച്ച, ദൈവത്തിൻ്റെ ആത്മാവുള്ള, ഒച്ച കേൾപ്പിക്കാത്ത നീതിമാനായ ആ ദാസൻ. തുടർന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവത്തെ അനുസരിക്കുവാനും മനുഷ്യരെ ശുശ്രൂഷിക്കുവാനും കഴിയത്തക്കവണ്ണം തൻ്റെ പദവികളെ, അവകാശങ്ങളെ മാറ്റിവെക്കുന്ന അവസ്ഥയിൽ യേശുക്രിസ്തു താഴ്മയുള്ളവനായി തീർന്നു എന്ന് നാം കാണുകയുണ്ടായി. ക്രിസ്തുവിൻ്റേതുപോലെ നമ്മുടെ മനോഭാവവും ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹത്തിൽ ശുശ്രൂഷിക്കുന്നതായിരിക്കണം. അല്ലാതെ കുറ്റബോധത്തിലോ ഭയത്തിലോ ആകരുത്. താങ്കളുടെ മനോഭാവം തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം താങ്കൾക്കുണ്ട്. മറ്റുള്ളവർ താങ്കളെ ശുശ്രൂഷിക്കണമെന്ന പ്രതീക്ഷയോടെ താങ്കൾക്ക് ജീവിതത്തെ നേരിടുകയോ താങ്കൾക്ക് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ ഒരുങ്ങുകയോ ഒക്കെ ചെയ്യാം. ഈ മഹത്തായ സത്യമത്രേ നാം ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നിന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാതൃക എന്നുള്ളതാകുന്നു 2-ാം അധ്യായത്തിലെ വിഷയം. ആദ്യത്തെ 4 വാക്യങ്ങളിൽ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ പ്രബോധിപ്പിക്കുന്നു. തുടർന്ന് ക്രിസ്തുവിൻ്റെ ഭാവം അഥവാ മനസ്സ് ഓരോ ദൈവ പൈതലിനും ഉണ്ടായിരിക്കണമെന്ന് പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഭാവം താഴ്മയുടെ ഭാവമായിരുന്നു. ക്രിസ്തുവിൻ്റെ താഴ്മയുടെ 7 പടികൾ കഴിഞ്ഞ ദിവസം നാം പഠിക്കുകയുണ്ടായി. 1, അവൻ സ്വർഗമഹിമ വിട്ട് താണിറങ്ങി വന്നു. 2, അവൻ തന്നെത്താൻ ഒഴിച്ചു. 3, അവൻ ദാസരൂപമെടുത്തു. 4, മനുഷ്യ സാദൃശ്യത്തിലായി. 5, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. 6, മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഒടുവിലായി ക്രൂശിലെ മരണത്തോളം തന്നെ. അതെ, ഇതിനേക്കാൾ ഉപരി താഴ്ത്തുവാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. സാധിക്കുമോ? പലപ്പോഴും നാം നമ്മുടെ അവകാശങ്ങളെന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് ദോഷം വരുന്ന വിധത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യാറില്ലേ? എൻ്റെ അവകാശം, അതെൻ്റെ റൈറ്റാണ്. ക്രിസ്തു വിശ്വാസികളെന്ന നിലയിൽ നമുക്ക് വ്യത്യസ്തമായൊരു മനോഭാവം ഉണ്ടായിരിക്കേണ്ടതാണ്. അതെ, നമ്മുടെ അവകാശങ്ങളെ മാറ്റിവെച്ചും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള താഴ്മയുടെ ഭാവം. നാം ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു എങ്കിൽ അവിടുന്ന് നമ്മെ കാണിച്ചിരിക്കുന്നത് പോലെ നാമും ജീവിക്കുകയും വേണം. നമ്മുടെ പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിച്ചില്ലെങ്കിൽ പോലും നാം മറ്റുള്ളവരെ ശുശ്രൂഷിക്കേണ്ടതാണ്. താങ്കൾ ശുശ്രൂഷിക്കുവാൻ തയ്യാറായിരിക്കുകയാണോ?
അങ്ങനെ സ്വയം താഴ്ത്തിയ ക്രിസ്തുവിനെ പിതാവായ ദൈവം ഉയർത്തി. അതായിരുന്നു പിതാവിൻ്റെ മനസ്സ്. അതെ, ക്രിസ്തുവിൻ്റെ മനസ്സിനെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. ഇത് അനുകരിക്കുവാൻ കഴിയാത്ത ഒന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മാറ്റിവെക്കൽ പ്രക്രിയ, ഇമ്പാർട്ടേഷൻ നമ്മളിൽ നടക്കണം. നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമാണ് നമ്മിൽ വിനയത്തിൻ്റെയും താഴ്മയുടെയും ഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്നുള്ളത്. റോമൻ വീഥികളിൽ നടന്നിരുന്ന ക്രിസ്തുവിൻ്റെ മനസ്സിനെക്കുറിച്ചാണ് ഇനിയും നാം ചിന്തിക്കുവാൻ പോകുന്നത്. റോമൻ ഭവനങ്ങളിലും റോമൻ ജയിലിലും അത് പ്രായോഗികമായിരുന്നു എന്ന് നാം കാണുന്നത് അത്രേ. 3 ഉദാഹരണങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. 1 പൗലോസിൻ്റെ മനസ്സ്, 2 എപ്പഫ്രാദിത്തോസിൻ്റെ മനസ്സ്, അതായത് ഫിലിപ്പിയ സഭയിലെ ശുശ്രൂഷകനായിരുന്ന എപ്പഫ്രാദിത്തോസ്, അദ്ദേഹത്തിൻ്റെ മനസ്സ്, 3 തിമത്യോസിൻ്റെ മനസ്സ്. ഈ വിജാതീയ രാജ്യത്തെയും 3 പേർ ക്രിസ്തുവിൻ്റെ മനസ്സ് പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിച്ചിരുന്നു ആ വലിയ പട്ടണത്തിൽ. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നിരിക്കാം. ഏതായാലും ഈ 3 പേരെയാണ് ഈ ലേഖനത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിച്ച് നൽകിയിരിക്കുന്നത്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം മുതലാണ് ഇന്ന് നാം പഠിക്കുവാൻ ആരംഭിക്കുന്നത്. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. നാം വായിച്ച ഈ വാക്യത്തിൽ വളരെ പൊതുവായ അർത്ഥത്തിലാണ് രക്ഷ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചോ? അങ്ങനെ അത്രേ ഞാനതിനെ കാണുന്നത്. അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളും അവരുടെ സഭയിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കുവാനായി പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. അവരെ സഹായിപ്പാനായി താൻ അവരുടെ ഇടയിൽ ഇല്ല, ഇനിയും എന്തെങ്കിലും അവരുടെ അടുക്കൽ ചെല്ലാമെന്ന് തനിക്ക് നിശ്ചയം ഇല്ലായിരുന്നു. കാരണം അവൻ ഒരു റോമൻ കാരാഗ്രഹത്തിലാണ്, ജയിലിലാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നാണ് പൗലോസ് അവരോട് പറയുന്നത്. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നുള്ളത് ഒരിക്കലും നമ്മുടെ പ്രവർത്തനങ്ങളാൽ രക്ഷിക്കപ്പെടാം എന്ന അർത്ഥത്തിലല്ല കേട്ടോ. ഇവിടുത്തെ അർത്ഥം നിങ്ങളുടെ വിശ്വാസം ഗൗരവമായി എടുക്കുക എന്നത്രേ. അതുമാത്രമല്ല, സഭ മുഴുവനും ഐക്യത നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും വേണം. വിശുദ്ധ പൗലോസ് ഇനിയും അവരോടൊപ്പം ഇല്ലാത്ത സാഹചര്യത്തിൽ അവർ കൂടുതൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതെ, നമ്മുടെ ജീവിതത്തിൽ നാം തനിയെ ആയിരിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. മുതിർന്ന നേതാക്കന്മാർ നമ്മെ ശ്രദ്ധിക്കാനുള്ളപ്പോൾ നാം ശ്രദ്ധയോടെ നടന്നെന്ന് വന്നേക്കാം. എന്നാൽ ആരും ശ്രദ്ധിക്കുവാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ അപ്രകാരമായിരിക്കും നാം പെരുമാറുന്നത് എന്നുറപ്പായി പറയുവാൻ സാധിക്കില്ല. 13-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ദൈവം നിങ്ങളെ രക്ഷിച്ചെങ്കിൽ അവൻ വിശ്വാസത്താലാണ് നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നത്. അത്രമാത്രം. രക്ഷയ്ക്ക് വേണ്ടി ദൈവം യാതൊരു വിധമായ മനുഷ്യൻ്റെ നല്ല പ്രവൃത്തികളും അംഗീകരിക്കുകയില്ല. എന്നാൽ താങ്കൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം താങ്കളുടെ പ്രവൃത്തികളെക്കുറിച്ച് ദൈവം താങ്കളോട് സംസാരിക്കും. അവൻ്റെ ഉൾപ്രവർത്തനത്താൽ ഉളവായ രക്ഷ ബാഹ്യമായ പ്രവർത്തനങ്ങളിൽ കാണുവാൻ കഴിയുന്ന രക്ഷയാണ്. ജോൺ കാൽവിൻ എന്ന വേദപണ്ഡിതൻ ഇപ്രകാരമാണ് അതിനെ വിശദീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, വിശ്വാസം മാത്രമാണ് രക്ഷിക്കുന്നത്, എന്നാൽ രക്ഷിക്കുന്ന വിശ്വാസം തനിയെയല്ല. യാക്കോബ് ലേഖനം എഴുതിയപ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതി, അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിൻ്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം എന്ന്. ദൈവത്തിന് മാത്രമേ ഹൃദയങ്ങളെ അറിയുവാൻ കഴിയുകയുള്ളൂ. അവൻ നമ്മുടെ ഉള്ള അവസ്ഥ അറിയുന്നു.
രക്ഷാദായകമായ വിശ്വാസം എന്നിലുണ്ടോ എന്ന് ദൈവത്തിനറിയാം. താങ്കളിൽ രക്ഷയ്ക്കായുള്ള വിശ്വാസം ഉണ്ടോ എന്ന് ദൈവം അറിയുന്നു. എന്നാൽ താങ്കളുടെ അയൽക്കാരന് താങ്കളുടെ വിശ്വാസം കാണുവാൻ കഴിഞ്ഞെന്ന് വരില്ല. വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമേ അയൽക്കാരന് താങ്കളിൽ കാണുവാൻ കഴിയൂ. നാം ക്രിസ്തു വിശ്വാസികളും വ്യത്യസ്തരായിട്ടുള്ള ആളുകളുമാണെന്ന് ചുറ്റുപാടുമുള്ള ആളുകൾ കാണുവാൻ തക്കവണ്ണം യഥാർത്ഥ വിശ്വാസം നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടി കാണിച്ചു കൊടുക്കും. നാം വിശ്വാസികളാണെന്ന് തിരിച്ചറിയത്തക്കവണ്ണം എന്തെങ്കിലും അടയാളമോ മേലെഴുത്തോ ധരിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. എഴുതി ഒട്ടിച്ചുകൊണ്ട് നടക്കേണ്ടതില്ല എന്ന് ചുരുക്കം. ഫിലിപ്പിയിലെ ക്രിസ്തു വിശ്വാസികളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിവുള്ളതായ വിശ്വാസത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ഇനിയും 14 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. പിറുപിറുപ്പോടുകൂടെ സഭയിലെ ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത്. അതാണ് ക്രിസ്തീയ പ്രവർത്തനത്തിന് കൂടുതൽ വിപത്ത് വരുത്തി വയ്ക്കുന്നത്. സകലവും പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീനെന്ന് എല്ലാം എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഈ നിയമത്തിൽ ഒന്നും ഒഴിച്ച് കളഞ്ഞിട്ടില്ല. ഒരു സാഹചര്യവും പിറുപിറുക്കാൻ അനുവദിക്കുന്നതായി പറഞ്ഞിട്ടില്ല. ഒരു ഉപാധിയും ഇവിടെ ഉപയോഗിക്കുന്നില്ല. അതിനൊരു സ്ഥാനവുമില്ല എന്ന് ചുരുക്കം. നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും തൊഴിലിലും സാമൂഹ്യ ജീവിതത്തിലും സഭാജീവിതത്തിലും എല്ലാം ഇത് ഒരുപോലെ ബാധകമാണ്. ഈ പറഞ്ഞതുപോലെയുള്ള പിറുപിറുപ്പും വാദവും സാധാരണയായി കണ്ടുവരുന്നതും ദൈവിക പ്രവർത്തനത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നത് ആകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ പിറുപിറുപ്പ് മരുഭൂമിയിലായിരുന്നപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടപെടലുകളിൽ സ്ഥിരമുണ്ടായിരുന്നു എന്നത്രേ. പുതിയ നിയമസഭയിലും ഇത് വളരെയേറെ കാണപ്പെടുന്നു. അതൃപ്തിയുടേതായ ചിന്തകളും സംസാരങ്ങളുമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നന്ദി കെട്ടതും തൃപ്തിയില്ലാത്തതും സ്നേഹമില്ലാത്തതുമായ ഒരു ഭാവം ദൈവിക പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും താഴ്മയില്ലായ്മയുടെ ലക്ഷണമായി എപ്പോഴും കാണപ്പെടുകയും ചെയ്യുന്ന ഭാവമാണത്. ദൈവത്തോടും മനുഷ്യരോടും സമാധാനമായിരിക്കുന്ന ഒരു ഹൃദയം വാദിക്കുകയോ തർക്കിക്കുകയോ പിറുപിറുക്കുകയോ ചെയ്യില്ല. ശാന്തമായ സമുദ്രമാണ് ആകാശത്തിൻ്റെ മഹത്വം പ്രതിഫലിപ്പിക്കുന്നത് എന്നോർക്കണം. നമ്മുടെ പ്രതികരണങ്ങളിൽ നാം പല നല്ല കാര്യങ്ങളും തള്ളിക്കളയുന്നു. വാദം എന്ന് പറഞ്ഞിരിക്കുന്നത് ചിന്ത, വിചാരം, ദുശ്ചിന്ത എന്നൊക്കെ പല സ്ഥലത്തും തർജ്ജമ ചെയ്തിട്ടുണ്ട്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയും അവകാശങ്ങൾക്ക് വേണ്ടിയുമുള്ള കടിപിടി എന്നാണ് അതിൻ്റെ അർത്ഥം. വാദപ്രതിവാദം. സംശയത്തിൽ നിന്നും അവിശ്വാസത്തിൽ നിന്നുമാണ് ഇതുണ്ടാകുന്നത്, ഈ തർക്കവും വാദവുമൊക്കെ. ഇത് ദൈവത്തോടുള്ള മറുതലിപ്പാകുന്നു എന്ന് ചിന്തിക്കാവുന്നതാണ്. ഈ 14 വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില പ്രയോഗങ്ങൾ പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഇവയെല്ലാം ക്രിസ്തീയ വിശുദ്ധിയുമായി ബന്ധപ്പെട്ടവയാണ്. അനന്യർ, കണ്ടല്ലോ, മറ്റുള്ളവർക്ക് പഴിയൊന്നും പറയുവാൻ ഇട കൊടുക്കാത്തവർ എന്നാണ് ഇവിടുത്തെ അർത്ഥം. എന്നാൽ മറ്റുള്ളവർക്ക് അനന്യരെന്ന് ബോധ്യപ്പെടുമാറ് ജീവിക്കണം. ഇതൊരു ദൈവപൈതൽ ലോകത്തോട് കാണിക്കേണ്ട വിധമാണ്, ലോകത്തിലായിരിക്കേണ്ട വിധമാണ്. ഒരു ക്രിസ്തുവിശ്വാസി വിശുദ്ധനായിരിക്കണമെന്ന് മാത്രമല്ല, തൻ്റെ ജീവിത വിശുദ്ധി എല്ലാവരും കാണുകയും വേണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പരമാർത്ഥികളെന്ന് കേട്ടല്ലോ, അവിടെ നാം വായിച്ചു. ഒരു ക്രിസ്തുവിശ്വാസി തനിക്ക് തന്നെ ആയിരിക്കേണ്ട വിധമാണ് ഇവിടെ ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരമാർത്ഥികൾ, ഇതിലെ കലർപ്പില്ലാത്തത് എന്നാണ് അർത്ഥം. പാല്, വീഞ്ഞ് എന്നിവയിൽ വെള്ളം ചേർക്കാത്ത അവസ്ഥയെ കുറിക്കുന്നതാണ് ഈ പദം. ദുരുദ്ദേശങ്ങളൊന്നും കൂടാതെ ആത്മാർത്ഥതയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് അവരവർക്കറിയാവുന്ന കാര്യമാകുന്നുവല്ലോ.
പിന്നെ പറയുന്ന നിഷ്കളങ്കർ. ഒരു ക്രിസ്തുവിശ്വാസി ദൈവദൃഷ്ടിയിൽ എങ്ങനെ ആയിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ചിന്ത. ഊനമില്ലാത്തത് എന്ന അർത്ഥത്തിലാണ് ഈ നിഷ്കളങ്കർ എന്നുപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ അപ്പോസ്തലൻ്റെ മനസ്സിൽ യാഗത്തിൻ്റെ ചിത്രമാണുള്ളത് എന്ന് തോന്നുന്നു. ഓരോ ദൈവ പൈതലും ദൈവനാമ മഹത്വത്തിനായി ഉതകുന്ന വിധത്തിൽ വേണം തൻ്റെ ജീവിതം മുൻപോട്ട് നയിക്കേണ്ടത്. ഇനി നമുക്ക് 15-ാം വാക്യത്തിലേക്ക് വരാം. 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെപ്പോലെ പ്രകാശിക്കുന്നു. ജ്യോതിസുകളെപ്പോലെ ആയിരിക്കുക. രാത്രിയിൽ നാം ആകാശത്ത് നക്ഷത്രങ്ങൾ കാണുന്നു. ദൈവം ഈ ഇരുണ്ട ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കുമ്പോൾ തനിക്കുള്ളവരെ അവൻ ചെറിയ ജ്യോതിസുകളായിട്ടാണ് കാണുന്നത്. അവരുടെ ഇടയിൽ നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു എന്നത്രേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ആകാശത്തിൽ നക്ഷത്രങ്ങൾ എന്ന പോലെയാണ് ഇവിടെ ഭൂമിയിൽ നാം ആയിരിക്കേണ്ടത്. 16-ാം വാക്യം നോക്കിക്കാട്ടെ. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. ജീവനും വെളിച്ചവും പരസ്പരം ബന്ധമുള്ളവയാണ്. നാം ജീവൻ്റെ വചനം മുറുകെ പിടിക്കുമ്പോൾ ഈ ലോകത്തിൽ നാം ജ്യോതിസുകളായിട്ടാണ് നിൽക്കുന്നത്. ഫിലിപ്പിയിലെ വിശ്വാസികൾ നല്ല പ്രവൃത്തികളിൽ കൂടി അവരുടെ വിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫിലിപ്പിയിലെ വിശ്വാസികൾ പൗലോസിൻ്റെ പ്രവർത്തനത്താൽ രക്ഷയിലേക്ക് കടന്നു വന്നവരാകയാൽ പൗലോസിന് അവരോട് ഒരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു എന്ന് നമുക്ക് കരുതാവുന്നതാണ്. അതുകൊണ്ടാണ് 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോടെല്ലാവരോടും കൂടെ സന്തോഷിക്കും. ദൈവവചനത്തിലെ മനോഹരമായ വാക്യങ്ങളിൽ ഒന്നാണിത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഞാൻ ഏത് വാക്യം എടുത്താലും ഇത് തന്നെ പറയുമെന്നല്ലേ. ക്രിസ്ത്യ ജീവിതം എപ്രകാരമുള്ളതായിരിക്കണമെന്ന് ഇവിടെ ചിത്രീകരിക്കുന്നു. പഴയ നിയമത്തിലെ ഏറ്റവും പുരാതനമായ യാഗങ്ങൾ ഒന്നിനെയാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. യാക്കോബ്, അതായത് ഇസഹാക്കിൻ്റെ മകൻ, അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്കിൻ്റെ മകൻ യാക്കോബ് വീട്ടിൽ നിന്നോടി ബഥേലിൽ വന്ന് രാത്രിയിൽ അവിടെ കിടന്നുറങ്ങി രാവിലെ അവിടെ ഒരു തൂണ് നാട്ടി എന്ന് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം കാണുന്നു. അതിന്മേൽ ഒരു പാനീയയാഗമൊഴിച്ച് എണ്ണയും പകർന്നു എന്ന് നാം വായിച്ചു. ലേവ്യ പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലും യാഗങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഹോമയാഗത്തോടും ഭോജനയാഗത്തോടും കൂടെ ഒരു പാനീയയാഗം കൂടി ഉണ്ടായിരുന്നു എന്ന് നാം കാണുന്നു. എന്നാൽ പാപയാഗത്തോടോ അതിക്രമയാഗത്തോടോ അകൃത്യയാഗത്തോടോ ഈ പാനീയയാഗം ഒരിക്കലും കഴിച്ചിരുന്നില്ല, അതിൻ്റെ കൂടെ കഴിച്ചിരുന്നില്ല. ഇത് തികച്ചും അസാധാരണമായ ഒരു യാഗമായിരുന്നു. വീണ്ടെടുപ്പുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലായിരുന്നു. യാഗങ്ങളൊക്കെ വീണ്ടെടുപ്പിനെ കാണിക്കുന്നതായിരുന്നു, എന്നാൽ ഈ യാഗത്തിന് വീണ്ടെടുപ്പുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. ക്രിസ്തുവിൻ്റെ ആളത്വവുമായി ഇതിന് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഒരു തുരുത്തിയിൽ വീഞ്ഞ് കൊണ്ടുവന്ന് യാഗത്തിൻ്റെ മീതെ ഒഴിക്കുകയും അത് തീയിൽ നീരാവിയായി അപ്രത്യക്ഷമാകുകയും ചെയ്തിരുന്നു. ക്രിസ്തുവിൻ്റെ യാഗത്തിന്മേൽ എൻ്റെ ജീവിതത്തെ ഒരു പാനീയയാഗമായി ഒഴിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. എത്ര ശ്രേഷ്ഠമാണിക്കുന്നില്ലേ? കർത്താവായ യേശു ക്രിസ്തു ഏറ്റവും ശ്രേഷ്ഠമായ യാഗം അർപ്പിച്ചു എന്ന വസ്തുത പൗലോസിന് അറിയാമായിരുന്നു. തൻ്റെ ജീവൻ ഒരു പാനീയയാഗമായി അർപ്പിക്കുവാനാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. താൻ ആവിയായി ഒന്നുമില്ലാത്തതായി തീർന്നിട്ട് യേശുക്രിസ്തുവിനെ മാത്രം മറ്റുള്ളവർ കാണുവാൻ ഇടയാകണം എന്നാണ് പൗലോസിൻ്റെ താല്പര്യം. സകല മാനവും മഹത്വവും ക്രിസ്തുവിന് ലഭിക്കണമെന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. ഇതായിരുന്നു പൗലോസിൻ്റെ മനസ്സ്. ക്രിസ്തീയ ജീവിതത്തിൽ ഇതിലുപരിയായി ഒന്നും താല്പര്യപ്പെടുവാനില്ല പ്രിയമുള്ളവരെ. ഇനി 18-ാം വാക്യം നോക്കിക്കാട്ടെ. 18-ാം വാക്യം, അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പീൻ, എന്നോടുകൂടെ സന്തോഷിപ്പീൻ. നിങ്ങളുടെ ജീവിതം സുവിശേഷത്തിന് യോഗ്യമായിട്ടുള്ളതെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം ഒരു പാനീയയാഗമായി അർപ്പിക്കുകയാണ്, ഇതിൽ നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാമെന്നത്ര പൗലോസ് പറയുന്നത്.
താഴ്മയോടുകൂടിയ ഒരു നടപ്പാണിത്. ക്രിസ്തുവിൻ്റെ മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ തൻ്റെ ജീവനെ പാനീയയാഗമായി അർപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അത് എത്രയോ മനോഹരവും മഹത്വകരവുമായ കാര്യമാണ്. സന്തോഷത്തിൻ്റെ സൂചനയോടുകൂടിയാണ് പൗലോസ് അവസാനിപ്പിക്കുന്നത്. ഇക്കാലത്ത് നാം പലപ്പോഴും തെറ്റായ കാര്യങ്ങളിൽ സന്തോഷിക്കാറുണ്ട്. യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്നും നമുക്കവനെ സേവിക്കുവാൻ കഴിയും എന്നുമുള്ള കാര്യത്തിൽ നാം സന്തോഷിക്കേണ്ടതത്രേ, സംശയമില്ല. ദൈവത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ, ഏതെങ്കിലും സഭയിൽ ആത്മാക്കൾ രക്ഷയിലേക്ക് കടന്ന് വന്ന് വിശ്വാസ ജീവിതത്തിൽ മുന്നേറുന്നു എന്ന് കേൾക്കുമ്പോൾ നാം സന്തോഷിക്കേണ്ടതാണ്. നാം യഥാർത്ഥത്തിൽ താഴ്മയും വിനയവും ഉള്ളവരാണെങ്കിൽ മറ്റുള്ളവരുടെ വിജയത്തിൽ നാം സന്തോഷമുള്ളവരായിരിക്കും. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന ഒരു അധ്യായമാകുന്നു എന്ന് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായല്ലോ. ഈ അധ്യായത്തിലെ വിഷയം തന്നെ മറ്റുള്ളവർ എന്നതാണ്. മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണുന്ന മനോഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്. അതെ, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണുന്ന മനസ്സ്. തിമോത്തിയോസിൻ്റെ മനസ്സാണ് ഇനിയും നാം കാണുവാൻ പോകുന്നത്. പൗലോസിനോട് ഏകഭാവമുള്ള മനസ്സായിരുന്നു തിമോത്തിയോസിൻ്റേത്. തുല്യചിത്തത എന്നാണ് 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. തിമോത്തിയോസ് പൗലോസിൻ്റെ ആത്മീയ പുത്രനായിരുന്നു എന്നറിയാമല്ലോ. പൗലോസിന് തിമോത്തിയോസിനെക്കുറിച്ച് നല്ല മതിപ്പായിരുന്നു. ഫിലിപ്പിയിലെ വിശ്വാസികളുടെ കാര്യം ഭംഗിയായി കൈകാര്യം ചെയ്യുവാൻ തിമോത്തിയോസിന് കഴിയും എന്ന പൗലോസിന് ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ പറയുകയാണ് തിമോത്തിയോസിനെ അങ്ങോട്ട് അയക്കാമെന്ന്. ഇനി 20-ാം വാക്യം, നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്കാരുമില്ല. തിമോത്തിയോസിൻ്റെ മനസ്സിനെക്കുറിച്ചുള്ള വിശദീകരണം നമുക്കിവിടെ ലഭിക്കുന്നു. അവൻ പൗലോസിനോട് തുല്യ മനസ്സുള്ളവനായിരുന്നു, തുല്യചിത്തനായിരുന്നു എന്ന് നാം കാണുന്നു. തിമോത്തിയോസ് പൗലോസിനോട് സമചിത്തനായിരുന്നു എങ്കിൽ അവന് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടായിരുന്നു എന്നാണല്ലേ. പൗലോസിന് ക്രിസ്തുവിൻ്റെ മനസ്സായിരുന്നല്ലോ. അവൻ താഴ്മയും വിനയവും ഉള്ളവനായിരുന്നു. ക്രിസ്തു വിശ്വാസികളെ ഒരുമിച്ച് ചേർക്കുന്നത് സംഘടനകളോ സമൂഹങ്ങളോ അല്ല. 2 പേർക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടെങ്കിൽ അവർ രണ്ടും ഐക്യതയിലാകും. ഇന്ന് ക്രിസ്തീയ സഭകളുടെ ഐക്യത്തിനായുള്ള പരിശ്രമം എന്ന് പറഞ്ഞ് ഒരുപാട് പരിപാടികൾ കാണാറുണ്ട്. ആരുടെയും നല്ല ഉദ്യമങ്ങളെ കുറച്ച് കാണിക്കുവാൻ ഞാൻ ശ്രമിക്കുകയല്ല. കുറേ പണം ചെലവാക്കാമെന്നും ഏതാനും പേർക്ക് അതിൻ്റെ മറവിൽ പദവികളിൽ കയറിപ്പറ്റാം എന്നുമല്ലാതെ ഈ ഐക്യത്തിനായുള്ള പരിപാടികൾ വാസ്തവത്തിൽ എന്താണ് നേടിയിരിക്കുന്നത്? മക്കൾക്ക് കല്യാണമാലോചന വരുമ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് ഏത് സഭക്കാരനാകുന്നു എന്നാണ്, രക്ഷിക്കപ്പെട്ടവനാണോ എന്നല്ല. എൻ്റെ സഭക്കാരൻ അല്ല എങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല. എന്നിട്ട് പോയി വിളമ്പും. നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണം. ഒരു ആരാധനയ്ക്കോ കൺവെൻഷനോ കോൺഫറൻസിനോ പ്രസംഗിക്കുവാൻ ക്ഷണിക്കുന്നവൻ്റെ സഭയാണ് ആദ്യം നോക്കുന്നത്. അയാൾ സത്യമാണോ പഠിപ്പിക്കുന്നത് എന്നന്വേഷിക്കാറില്ല. ഇവിടുത്തെ പ്രശ്നം ഏച്ചു കെട്ടിയ ഒരു ഐക്യത്തിൻ്റെ രൂപമുണ്ട്, ആർക്കും ക്രിസ്തുവിൻ്റെ മനസ്സില്ല എന്നതത്രേ. തിമോത്തിയോസ് എല്ലായ്പ്പോഴും പൗലോസിനോട് വിശ്വസ്തതയുള്ളവനായിരുന്നു. അവനെ വിശ്വസിക്കുവാൻ കഴിയുമായിരുന്നതിനാലാണ് തിമോത്തിയോസിനെ ഫിലിപ്പിയിലെ വിശ്വാസികളുടെ അടുത്തേക്ക് പൗലോസ് അയക്കുന്നത്. ക്രിസ്തുവിനോട് തുല്യചിത്തരായ ആളുകൾ ഒന്നിച്ചവന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഏറ്റവും അഭിലഷണീയമായ കാര്യമത്രേ. ക്രിസ്തുവിനോട് തുല്യചിത്തരായ, അതെ, മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്ന താഴ്മയുടെ മനോഭാവമുള്ളവർ. 2-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം നോക്കിക്കാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. തങ്ങളുടെ തന്നെ മഹത്വത്തിനായി പ്രവർത്തിക്കുന്ന അനേകം ആളുകളുണ്ടായിരുന്നു. തങ്ങൾക്ക് തന്നെ ഒരു പേരുണ്ടാക്കണം എന്നതാണ് അവരുടെ താല്പര്യം. അതിനാൽ പൗലോസിനെ വിലയിടിച്ച് കാണിപ്പാൻ അവർ ശ്രമിച്ചിരുന്നു. ദൈവവചനത്തിനു വേണ്ടി നിലകൊള്ളുന്ന മറ്റ് ആളുകൾക്ക് താങ്കൾ എപ്രകാരമാണ് ബഹുമാനം കൊടുക്കുന്നത്? ഏതെങ്കിലും ദൈവദാസനെ വിമർശിക്കുന്നതിന് പിൻപിൽ ശണ്ഠയും ദുരഭിമാനവുമാണ് ഉള്ളത് എന്ന് എപ്പോഴും ഓർക്കണം.
ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്ന മറ്റൊരാളെ വിമർശിക്കുവാൻ ക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങളെ അനുവദിക്കുകയില്ല. ഈ പറയുന്ന ആളുകളെ എനിക്ക് വിശ്വസിപ്പാൻ കഴിയില്ല എന്നത്ര പൗലോസ് പറയുന്നത്. അങ്ങനെ ക്രിസ്തുവിന് മനസ്സില്ലാത്തവരെ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവനോ, അതായത് തിമോത്തിയോസ്, മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവൻ്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ കാലത്ത് ഐക്യതയെക്കുറിച്ച് നാം അധികമായി കേൾക്കാറുണ്ട്. രണ്ടു പേർക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകുമ്പോഴുള്ള ഐക്യത്തേക്കാൾ വലിയ ഐക്യത സാധ്യമല്ല. യൂണിഫോമിറ്റി ഉണ്ടെന്നതിനാൽ യൂണിറ്റി ഉണ്ടാകണമെന്നില്ല. ബൈബിൾ പഠിപ്പിക്കുന്നത് യൂണിറ്റിയാണ്. നിങ്ങൾ മൈലുകൾ അകലത്തിലാണ് പാർക്കുന്നതെങ്കിലും നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നുവെങ്കിൽ ഐക്യതയിലാണ്. അതത്രേ ക്രിസ്തുവിൻ്റെ മനസ്സ്. അതത്ര ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായ സഹവിശ്വാസികൾ തമ്മിലുള്ള ബന്ധം. ഒരു ഭർത്താവും ഭാര്യയും ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണെങ്കിൽ അവർ വാസ്തവത്തിൽ ഐക്യതയിലായിരിക്കും. യാതൊരു മാനുഷികമായ ആചാരത്തിനും ആ രണ്ട് വ്യക്തികളെ ആ വിധത്തിൽ അടുപ്പിക്കുവാൻ കഴിയുകയില്ല. ആ ബന്ധം മഹത്വകരവും മനോഹരവുമായ ബന്ധമാണ്. ഒന്നായിത്തീരുന്ന അവസ്ഥ എന്ന് ബൈബിളിൽ പറയുന്നു. 23-24 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, ആകയാൽ എൻ്റെ കാര്യം എങ്ങനെയാകുമെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയപ്പാൻ ആശിക്കുന്നു, ഞാനും വേഗം വരും എന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. തനിക്ക് കാരാഗ്രഹത്തിൽ എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് ആ വസ്തുത തിമോത്തിയോസ് മുഖാന്തരം അവരെ അറിയിക്കാനാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. താൻ കാരാഗ്രഹത്തിൽ നിന്നും സ്വതന്ത്രനായിത്തീരുമെന്ന പ്രത്യാശ പൗലോസിന് വളരെയേറെ ഉണ്ടായിരുന്നു. അവനെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിച്ചു എന്നും അനന്തരം പല സ്ഥലത്തും പോയി പിന്നീട് സുവിശേഷം അറിയിച്ചു എന്നും പാരമ്പര്യം പറയുന്നുണ്ട്. എന്നാൽ അതിന് തിരുവചനത്തിൽ യാതൊരു തെളിവുമില്ല. നീറോ ചക്രവർത്തിയുടെ കാലത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചപ്പോൾ അവരുടെ നേതാവായ പൗലോസിനെ തിരികെ കൊണ്ടുവന്ന് കൊന്നുകളഞ്ഞു എന്ന് ചിന്തിക്കാവുന്നതത്രേ. അതും വ്യക്തമായി എഴുതിയിട്ടില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനായി അവൻ അവരുടെ ഇടയിൽ പാർത്തു. ആ മനസ്സ് മറ്റുള്ളവർക്കുണ്ടാകുവാൻ അവൻ അവരെ പ്രോത്സാഹിപ്പിച്ചു. നമ്മുടെ മനസ്സ് എപ്രകാരമുള്ളതാകുന്നു? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവിടുത്തെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നുവെന്ന് തിരുവചനം പറയുന്നു. എന്നാൽ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഒരു ദുഃഖകരമായ വസ്തുതയാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയുടെ നടുവിൽ തൻ്റെ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കും. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല, തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. നമ്മൾ ഉണരുവാൻ വേണ്ടി അനേകർ ഇരുട്ടിൽ കാത്തിരിക്കുന്നു എന്ന് മറന്നു പോകാതെ ഇരിക്കുന്നു.